വചനസാരം വചനസാരം. ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് ദൈവരാജ്യ പ്രഘോഷണത്തിനായി അയക്കുന്ന ഭാഗമാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. എന്നാൽ പതിവിലും വിപരീതമായാണ് ക്രിസ്തു അവരോട് സംസാരിക്കുന്നത്. ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ എന്നാണ് ക്രിസ്തു പറയുന്നത്. മറ്റുള്ള വംശത്തെ എല്ലാം മാറ്റി നിർത്തി ഒരൊറ്റ വംശത്തിലേക്ക് മാത്രം ക്രിസ്തു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്തുകൊണ്ടാണ് അപ്രകാരം ചെയ്തത്? കാരണം ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലെ മോശയുടെ നിയമത്തിലും പ്രവാചകരുടെ പ്രഘോഷണത്തിലും വിശ്വാസമർപ്പിച്ച് മിശിഹായ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു ഇസ്രായേലിൽ. എന്നാൽ അവരിൽ പലരിലും വിശ്വാസത്തിന് ആഴമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് ആ വിശ്വാസം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യരെ അയക്കുന്നത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിത്ത് ലോകം മുഴുവനും പാകി ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ധീരരായ ശിഷ്യരോട് ക്രിസ്തു പറയുന്നുണ്ട്. മത്തായി 28:19 നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിനെന്ന്. ഇന്ന് നമ്മളെല്ലാം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിക്കാനാണ്. എന്നാൽ എല്ലാറ്റിനുമുപരി ക്രിസ്തു നമ്മോട് പറയുന്നു, വരട്ടെ, അതിനു മുൻപ് വിശ്വാസ സമൂഹത്തിലുള്ള നമ്മുടെ തന്നെ സഹോദരന്മാരുടെ കണ്ണും ഹൃദയവും തുറക്കുവാൻ സഹായിക്കാനാണ്. എത്രയോ പേരെയാണ് നമ്മുടെ കൂട്ടായ്മയിൽ ദുർബല വിശ്വാസത്തോടെ ജീവിക്കുന്നതായി നാം കാണുന്നത്. ആ സഹോദരങ്ങളെ ആദ്യം വിശ്വാസത്തിൽ ദൃഢരാക്കുവാനാണ് ക്രിസ്തു നമ്മോട് പറയുന്നത്. ഒപ്പം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാനും എൻ്റെ വിശ്വാസം എപ്രകാരമുള്ളതാണെന്ന് കൂടി വിശകലനം ചെയ്യാൻ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വരുവിൻ, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ദൃഢപ്പെട്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ അറിയാത്ത സ്വന്തം സഹോദരങ്ങളെ തേടി നമുക്കും പോകാം, ഒരിക്കലും അവസാനിക്കാത്ത ആ ക്രിസ്ത്യാനുകരണത്തിലേക്ക്. വചനസാരം വചനസാരം.